ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്കറിയാം ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അന്നേ ദിവസം നടത്തുന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ എല്ലാ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട 2 വീഡിയോകൾ കൂടി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടുനോക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജോൺ സി ജേക്കബ്. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ സി ജേക്കബ് ആണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? ഉത്തരം നോക്കിക്കോളൂ, പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. അടുത്തത്, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം വരുന്നത് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? ഉത്തരം 33%. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ 33% വനഭൂമി വേണ്ടത്. അടുത്ത ചോദ്യം. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഉത്തരം നോക്കാം. പ്രൊഫസർ ജോൺ സി ജേക്കബ്. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ ജോൺ സി ജേക്കബിനാണ്. അടുത്ത ചോദ്യം നോക്കാം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഉത്തരം നോക്കിക്കോളൂ, വയനാട്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്, മറന്നുപോകരുത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്ര. അടുത്ത നോക്കിക്കോളൂ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം നോക്കാം. മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധാ പട്കർ. അടുത്ത ചോദ്യം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മണ്ണുത്തി. തൃശ്ശൂർ ജില്ലയിലെ
മണ്ണുത്തിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. ഏതാണ്? മണ്ണുത്തി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി. മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ. ഇത് ആരുടെ വാക്കുകൾ? മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ. ഇത് ആരുടെ വാക്കുകളാണ്? സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം ഏഴിമല. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് ഏഴിമലയിലാണ്. അടുത്ത ചോദ്യം. മണ്ണ് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത്? മണ്ണ് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത്? മണ്ണ് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം. ഉത്തരം ബാണാസുര സാഗർ ഡാം. മണ്ണ് കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് ബാണാസുര സാഗർ ഡാം. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. നടുനിവർക്കാനൊരു കുളിർ നിഴൽ നടുന്നു. ആരുടെ വരികളാണ്? ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. നടുനിവർക്കാനൊരു കുളിർ നിഴൽ നടുന്നു. ആരുടെ വരികളാണ്? ഉത്തരം ONV കുറുപ്പ്. അടുത്ത ചോദ്യം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം കാസിരംഗ നാഷണൽ പാർക്ക്. അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം കാസിരംഗ നാഷണൽ പാർക്ക്. അടുത്തത് നോക്കിക്കോളൂ. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഇന്ദുചൂടൻ. KK നീലകണ്ഠൻ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഇന്ദുചൂടൻ. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 2. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 2-നാണ്. അടുത്തത്. ലോക ഭൗമദിനം എന്നാണ്? ലോക ഭൗമദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22-നാണ്. അടുത്ത ചോദ്യം. ലോക പർവ്വത ദിനം എന്നാണ്? ലോക പർവ്വത ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 11. ലോക പർവ്വത ദിനം എന്നാണ്? ഡിസംബർ 11-നാണ് ലോക പർവ്വത ദിനം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കാടെവിട മക്കളെ മേടെവിട മക്കളെ കാട്ടുപുൽ തകിടിയുടെ വേരെവിട മക്കളെ. ആരുടെ വരികൾ? കാടെവിട മക്കളെ മേടെവിട മക്കളെ കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. ആരുടെ വരികളാണ്? ഉത്തരം അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കരുടെ വരികളാണ്. ഏത്? കാടെവിട മക്കളെ മേടെവിട മക്കളെ കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ എന്നത് അയ്യപ്പ പണിക്കരുടെ വരികൾ. അടുത്തത്. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉത്തരം മഞ്ജു വാര്യർ. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡറാണ് മഞ്ജു വാര്യർ. അടുത്തത്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ. അടുത്തത്. കേരളത്തിലെ ജൈവ ജില്ല ഏത്?
കേരളത്തിലെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് നൽകുന്നത്. ഈ വീഡിയോയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ കറക്റ്റായി ശ്രദ്ധിച്ചവർക്ക് ഉത്തരം പെട്ടെന്ന് ഗസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ഗസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ശരിയായൊരു ആൻസർ ഏതാണോ കറക്റ്റ് ആൻസർ അതിപ്പം ശ്രദ്ധിച്ചവർക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.